വിശദമായ വാർത്തകളിലേക്ക്. ഹൈദരാബാദ് സർവകലാശാലയിൽ അരങ്ങേറിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളെന്ന് തെളിയുന്നു. കേന്ദ്ര സർക്കാരും VC അപ്പാറാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. ചുമതലയേൽക്കുന്ന ദിവസം അപ്പാറാവു സഹായികൾക്ക് നൽകിയ മാർഗനിർദ്ദേശ പത്രികയുടെ പകർപ്പും പീപ്പിളിന്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് മനുശങ്കർ ചേരുന്നു. മനു, എന്താണ് ഹൈദരാബാദ് സർവകലാശാലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ? ജോർജിറ്റ്, ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായ അപ്പാറാവു വീണ്ടും VC ചുമതല ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചത്. ചുമതല ഏൽക്കുന്ന സമയത്ത് നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് സർവകലാശാല ബോർഡ് അംഗങ്ങൾക്കും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനും നൽകിയിരിക്കുന്ന നിർദ്ദേശ പത്രികയിലാണ് കേന്ദ്ര സർക്കാർ പിന്തുണ VC വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 22-ന് ചുമതല ഏൽക്കുന്നതിന് മുമ്പായി MPയും കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായ ബന്ദാരു ദത്താത്രേയോട് ചുമതല ഏറ്റെടുക്കുന്ന കാര്യം ഫോണിലൂടെ അറിയിക്കാനാണ് അപ്പാറാവു തന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയാൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ ആവശ്യപ്പെടാനും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനോട് അപ്പാറാവു നിർദ്ദേശിക്കുന്നുണ്ട്. ഈ നിർദ്ദേശ പത്രികയുടെ പകർപ്പാണ് പീപ്പിൾ ടിവിക്ക് ലഭിക്കുകയും ചെയ്തത്. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്താൽ ഇമെയിൽ മുഖാന്തരവും ആദ്യം MPയെ തന്നെ വിവരം അറിയിക്കണമെന്നും അപ്പാറാവു നിർദ്ദേശിക്കുന്നു. സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ രജിസ്ട്രാർക്കും ബോർഡ് അംഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 27 വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കൂടുതൽ വിദ്യാർത്ഥികളെ കൂടി ഉച്ചതിരിഞ്ഞ് അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ചത് ചോദ്യം ചെയ്ത് നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിന് ഇതുവരെ VC മറുപടി നൽകുകയും ചെയ്തിട്ടില്ല. ജോർജിത്ത്, മനുശങ്കറാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. താൻ പറയാത്ത കാര്യങ്ങൾ NIA മൊഴിയായി രേഖപ്പെടുത്തിയെന്ന് മുംബൈ ഭീകരാക്രമണ കേസിൽ പിടിയിലായ അമേരിക്കയിൽ കഴിയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി വീഡിയോ കോൺഫറൻസ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണയ്ക്കിടയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രത് ജഹാനെ തനിക്ക് വാർത്തകളിലൂടെ അറിയാമായിരുന്നുവെന്നും ഹെഡ്ലി പറഞ്ഞു. ലിബിയയിലെ മിസൈൽ ആക്രമണത്തിൽ മലയാളികൾ കൊല്ലപ്പെട്ടു. കോട്ടയം സ്വദേശികളായ അമ്മയും കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത്. വെളിയന്നൂർ തുളസി ഭവനിൽ വിപിന്റെ ഭാര്യ സുനുവും മകനുമാണ് മരിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, അപകട കാരണം എന്താണ്? കൂടുതൽ വിവരങ്ങൾ. ജോർജറ്റ്, വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30യോടെയാണ് ലിബിയയിലെ സബ്ഹാത്തയിൽ ആക്രമണം ഉണ്ടായത്. ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ ഫ്ളാറ്റിലായിരുന്നു സുനുവും മകനും. ഇവരിരുന്ന മുറിക്കുള്ളിലേക്ക് ഷെൽ പതിക്കുകയായിരുന്നു. ആശുപത്രിയുടെ ഉടമസ്ഥയിലുള്ള 4 നില ഫ്ളാറ്റിൽ മറ്റു രാജ്യക്കാരെ ചിലരും മരിച്ചതായാണ് സുനുവിന്റെ സുഹൃത്തുക്കൾ വീട്ടിൽ നൽകിയിട്ടുള്ള വിവരം. സുനുവും ഭർത്താവ് വിപിനും കഴിഞ്ഞ 3 വർഷമായി ലിബിയയിലായിരുന്നു താമസം. 2012-ൽ വിവാഹത്തിന് ശേഷം ലിബിയയിലെത്തിയ ഇവർ പിന്നീട് നാട്ടിലെത്തിയിട്ടില്ല. ലിബിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടർന്ന് അടുത്ത മാസം പകുതിയോടെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു വിപിനും കുടുംബവും. രേഖകളും ജോലി ചെയ്ത പണവും ലഭിക്കാതെ വന്നതിനാലാണ് യാത്ര നീട്ടാനിടയാക്കിയത്. മരിച്ച സുനുവും അതുപോലെ തന്നെ വിപിൻ ലിബിയയിലെ സബരീത്ത ആശുപത്രിയിൽ നഴ്സുമാരാണ്. സുനുവിന്റെയും മകന്റെയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി ചില വഴികൾ അടച്ചതിനാൽ ഇവരുടെ കുടുംബത്തെ അറിയുന്നവർക്ക് നേരിട്ടെത്തി നടപടിയിലിടുവാൻ തടസ്സം നേരിടുന്നു. ഇപ്പോൾ ഇവരുടെ മൃതദേഹം മോർച്ചറിയിലാണുള്ളത്. നാളെ ഇതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാലക്കാട് MP ആയിട്ടുള്ള MP രാജേഷും ഒപ്പം PK ബിജുവും MPയും അടക്കമുള്ളവർ ഈ കേസിൽ എംബസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ വിവരം CPMന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി VN അറിയിച്ചു. അദ്ദേഹം അവരുടെ കുടുംബത്ത് ചെന്ന് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയുണ്ടായി. എന്തായാലും നാളെ നടപടികൾ മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളെ കുറിച്ചെല്ലാം തന്നെ നാളെയാണ് തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. TP പ്രശാന്താണ് വിവരങ്ങൾ. തിരികെ വാർത്തകളിലേക്ക്. ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരർ എന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 4-നാണ് ഫാദറിനെ യമനിൽ നിന്നും കാണാതായത്. ഫാദറിനെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 4-ാം തീയതി തെക്കൻ യമനിലെ ഏദനിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹം നടത്തുന്ന വൃദ്ധസദനത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനിടെയാണ് വൈദികൻ ടോം ഉഴുന്നലിനെ കാണാതായത്. ആക്രമണത്തിൽ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശേഷം കാണാതായ ഫാദർ ടോം ഉഴുന്നലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സുഷമ സ്വരാജ് അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തെ എവിടെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അയൽ രാജ്യമായ ജിബൂട്ടിയിലെ എംബസി വഴിയാണ് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായെന്ന് വി എം സുധീരൻ 4 തവണയിൽ കൂടുതൽ മത്സരിച്ച് ജയിച്ചവരുടെ കാര്യം ചർച്ച ചെയ്തില്ലെന്നും പഴയ പട്ടികയിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ലെന്നും സുധീരൻ പ്രതികരിച്ചു. UDF ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു വി എം സുധീരൻ. പൊതുവെ ഇതുവരെ കിട്ടിയ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് KPCCക്ക് ലഭ്യമായ പേരുകളൊക്കെ ചർച്ച ചെയ്ത് കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ അധികം കുറയ്ക്കാൻ പോയിട്ടില്ല. ഇനി ഇത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെച്ചിട്ട് അവിടെ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ കൂടി ചേർത്തായിരിക്കും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ അങ്കമാലിയിൽ പോസ്റ്ററുകൾ. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് MLA ആകാൻ അനുവദിക്കില്ലെന്നും ഭയപ്പെടുത്തി സീറ്റ് വാങ്ങി മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ നോക്കേണ്ടെന്നുമാണ് സേവ് കോൺഗ്രസിന്റെ പേരുള്ള പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി സീറ്റിനെ ചൊല്ലി UDFൽ തർക്കം ശക്തമാകുന്ന വേളയിലാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല എന്നാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി, ഇത് വിമോചന സമരത്തിന്റെ നാട്, കോൺഗ്രസിന്റെ ഉറച്ച മണ്ണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ അവഗണിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഘടകകക്ഷികളുടെ കയ്യിൽ നിന്ന് അങ്കമാലി സീറ്റ് ഏറ്റെടുക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്ററിൽ ഭയപ്പെടുത്തി അങ്കമാലി സീറ്റിൽ മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ വിചാരിക്കേണ്ട എന്നും കോൺഗ്രസിന്റെ മണ്ണ് കണ്ട് ഘടകകക്ഷികൾ കൊതിക്കേണ്ട എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7170 വോട്ടിന് ജനതാദൾ എസ് നേതാവ് ജോസ് തെറ്റേലിനോട് പരാജയപ്പെട്ടെങ്കിലും ഈ സീറ്റ് കിട്ടിയേ തീരൂ എന്ന കടുംപിടുത്തമാണ് ജോണി നെല്ലൂരിനുള്ളത്. എന്നാൽ NSU ദേശീയ പ്രസിഡന്റ് റോജി M ജോണിനെ സീറ്റ് നൽകണം എന്ന ആവശ്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. റോജി M ജോണിനു വേണ്ടി അണികൾ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. അങ്കമാലി സീറ്റിനെ ചൊല്ലിയുള്ള UDFലെ ചർച്ച അന്തിമഘട്ടത്തോടടുക്കുമ്പോഴാണ് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പോസ്റ്ററുകൾ വ്യാപകമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിവാദ ഉത്തരവുകൾ LDF അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്ന് VS അച്യുതാനന്ദൻ. കരുണയടക്കമുള്ള എല്ലാ കരാറുകളും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ഏക്കർ സ്ഥലമാണ് നഷ്ടപ്പെടുന്നതെന്ന് പറയണം. ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ എല്ലാം പരിഷ്കാരങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതെല്ലാം ഒഴിച്ചു നീക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ ചേരും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമാകാത്ത മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റുകളും പരിശോധിച്ച ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ച പട്ടികയാണ് ഇന്ന് പരിശോധിക്കുക. CPIM മത്സരിക്കുന്ന ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിരുന്നു. പത്താൻകോട്ട് ഭീകരാക്രമണം അന്വേഷിക്കുന്ന പാക് സംഘം നാളെ ഇന്ത്യയിലെത്തും. പത്താൻകോട്ട് സൈനിക താവളത്തിലെത്തി 5 അംഗ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കും. അതിനിടെ ഇന്ത്യൻ ചാരനെ പിടികൂടിയെന്ന പാകിസ്ഥാൻ ആരോപണം ഇന്ത്യ നിഷേധിച്ചു. പട്ടാൻകോട്ട് ഭീകരാക്രമണത്തിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ സ്വീകരിക്കുന്നതിനായാണ് പാക് സംഘം ഞായറാഴ്ച ഇന്ത്യയിലെത്തുന്നത്. അന്വേഷണ സംഘത്തിലെ 5 പേർക്കും വിദേശകാര്യ മന്ത്രാലയം വിസ അനുവദിച്ചു. പട്ടാൻകോട്ട് സൈനിക താവളത്തിലെത്തി തെളിവെടുക്കുന്ന സംഘം NIA ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. അതിനിടെ ഇന്ത്യൻ ചാരനെ പിടികൂടിയെന്ന ഗുരുതര ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത് ഇന്ത്യ നിഷേധിച്ചു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിൽ പ്രവർത്തിച്ചിരുന്ന നാവികസേന ഉദ്യോഗസ്ഥനെ പിടികൂടിയെന്നായിരുന്നു പാക് ആരോപണം. ഭൂഷൺ യാദവ് എന്ന പേരുള്ള ഇയാൾ ബലൂചിസ്ഥാനിലും കറാച്ചിയിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും ആഭ്യന്തരമന്ത്രി മീർ സർഫാസ് ഗുപ്തി ഇന്ത്യൻ സ്ഥാനപതി ഗൗതം ബംബാവിയെ വിളിച്ചു വരുത്തി അറിയിച്ചു. എന്നാൽ പാകിസ്ഥാൻ ആരോപണങ്ങൾ ഇന്ത്യ തള്ളി. ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ നാവികസേനയിൽ നിന്ന് വിരമിച്ചതാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. എറണാകുളം ജില്ലയിലെ മന്ത്രിമണ്ഡലങ്ങളിൽ ഒന്നാണ് കളമശ്ശേരി. മുസ്ലിം ലീഗിലെ VK ഇബ്രാഹിം കുഞ്ഞാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞ് ഇതിനു മുമ്പ് വ്യവസായ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കളമശ്ശേരി മണ്ഡലത്തെ പൊതുവെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് വിലയിരുത്തുന്നത്. VK ഇബ്രാഹിം കുഞ്ഞ് ഇക്കുറിയും കളമശ്ശേരിയിൽ നിന്ന് ജനവിധി തേടുകയാണ്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞുവെന്നും ഇത് തനിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലുമാണ് ഇബ്രാഹിം കുഞ്ഞ്. ലീഗ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഇബ്രാഹിം കുഞ്ഞ് തന്റെ പ്രചാരണ പരിപാടികൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ഭൂരിഭാഗവും വ്യവസായ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളാണ് മണ്ഡലത്തിലുള്ളത്. ഫാക്ട്, HMT തുടങ്ങിയ വമ്പൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും അനവധിയായ മറ്റ് വ്യാവസായിക സംരംഭങ്ങളും നിറയുന്ന മണ്ഡലത്തിൽ അതുകൊണ്ടുതന്നെ ഈ മേഖലയിലെ പ്രശ്നങ്ങളും സജീവ ചർച്ചയാണ്.
വ്യവസായ ലോകത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രി എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന പരാതി വ്യവസായ ലോകത്തിനുണ്ട്. ഇതിൽ പ്രധാനം ഫാക്ടിന്റെ പുനരധിവാസ പാക്കേജാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി നടപ്പാക്കുന്നുവെന്ന് പറയുന്ന പാക്കേജിനായി UDF സർക്കാർ ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ല. സ്ഥലം MLA എന്ന നിലയിൽ ക്രിയാത്മകമായി ഇടപെടേണ്ടയാൾ കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ദയനീയമായിരുന്നുവെന്ന് തൊഴിലാളി യൂണിയനുകളും വിലയിരുത്തുന്നു. മണ്ഡലത്തിലെ വ്യവസായ രംഗത്തിന്റെ തളർച്ചയുടെ 5 വർഷങ്ങളായിരുന്നു കടന്നുപോയതെന്നാണ് തൊഴിലാളികളുടെ വിലയിരുത്തൽ. ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ഉള്ളതും മണ്ഡലത്തിൽ തന്നെയാണ്. ഇതിനോട് ചേർന്നാണ് കൊച്ചി ക്യാൻസർ സെന്റർ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനോ ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനോ MLA എന്ന നിലയിൽ ഒരു നടപടിയും ഇബ്രാഹിം കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന ആക്ഷേപം ശക്തമാണ്. പൊതുമരാമത്ത് മന്ത്രിയായതിനാൽ റോഡ് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ പരീക്ഷണം നടത്തിയതും മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ്. വൈറ്റ് ടോപ്പിംഗ് റോഡ് എന്ന പേരിൽ HMT കവല മുതൽ മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിന് പൊടിച്ചതാകട്ടെ കോടിക്കണക്കിന് രൂപയും. മന്ത്രി എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ എണ്ണം എടുത്തുകൊണ്ട് തന്നെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇതിനകം സജീവമായിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതികളുടെയെല്ലാം പൊള്ളത്തരങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ LDFന് കഴിയുന്നുണ്ട്. ഈസ്റ്റർ വാരത്തിലെ പാദശുശ്രൂഷ ചടങ്ങുകളിൽ അഭയാർത്ഥികളെയും പങ്കാളികളാക്കിയ മാർപ്പാപ്പയുടെ കാൽകഴുകൽ ചടങ്ങ് ലോകത്തിന് പുതുചരിത്രം സമ്മാനിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ 12 പേരുടെ പാദങ്ങളാണ് കഴുകിയത്. നമ്മളെല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന് പോപ്പ് പറഞ്ഞു. എല്ലാവരും സഹോദരന്മാരാണെന്നും സമാധാനത്തോടെ ഒന്നിച്ച് ജീവിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.